ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് വേണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേര് വേണമെന്നാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണുള്ളത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനീസ്കയും ഇപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അങ്ങനെ രാവിലെ എണീറ്റ് പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് വെള്ളം നിറച്ച് വെക്കുകയാണ് ബോട്ടിലിൽ. വെള്ളത്തിന് കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുതിനൻ്റെ ഇല ആദ്യം ബോട്ടിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് നല്ല പുതിനൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറേ മെസ്സേജസ് വന്നിരുന്നു ഈ വീഡിയോ കണ്ടിട്ട്. ഞങ്ങളും ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദിവസം ഒരു 3 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല മാറ്റം വരും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്ന് പത്തിരി, മുട്ടക്കറി, പുട്ട്, പഴം ഇതൊക്കെയാണുള്ളത്. പിന്നെ അനീസ്ക്ക് എണീറ്റിട്ടില്ല. കുറച്ച് ലേറ്റായിട്ടാണ് അനീസ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. ഇത് നമ്മുടെ അയൽവാസികൾ വിഷു സ്പെഷ്യലായിട്ട് കൊണ്ടു തന്നതാണ്. അപ്പോൾ ഉമ്മ എല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്നു. ഞാനിപ്പോൾ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചതാണ്. ഉണ്ണിയപ്പമുണ്ട്, ചക്ക, പായസം, നെയ്യപ്പം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഓണം വിഷു ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കൊണ്ടുതരും. അതുപോലെ നമ്മൾ പെരുന്നാൾക്ക് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 18 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ ഈ കാര്യത്തിന് ഒരു മുടക്കവും വന്നിട്ടില്ല. അനീസ്ക ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുന്ന് ഉണ്ണിയപ്പം കഴിക്കുകയാണ്. ഇനി ഞാനെൻ്റെ റൂമിലെ അലമാരൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ക്ലാസ്സുള്ളതുകൊണ്ട് ഇതിനൊന്നും സമയം കിട്ടലില്ല. ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്യുകയാണ്. ഞാൻ നമ്മുടെ മറ്റൊരു ചാനലായിട്ടുള്ള ബീയിങ് ഹിബയിൽ ഹോം ടൂർ കാണിച്ച സമയത്ത് എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഇത് എന്ത് വുഡാണ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് വുഡാണെന്നൊക്കെ ചോദിച്ചിരുന്നു. ഇത് മൾട്ടി വുഡാണ്, വൈറ്റ് കളറിലുള്ള മൾട്ടി വുഡാണ്. പിന്നെ ആ ബാക്കിൽ കാണുന്ന ഡിസൈൻ ഞാൻ പെയിൻറ്റ് ചെയ്തതാണ്, ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട്. വെറുതെ അതൊരു പ്ലെയിൻ വോളായിരുന്നു, അപ്പോൾ വെറുതെ രസത്തിന് ചെയ്തതായിരുന്നു. പിന്നെ അത് പെയിൻ്റ് അടിച്ചതുമില്ല, നേരെ അങ്ങനെ തന്നെ വെച്ച് അലമാറാക്കിയതാണ്. അങ്ങനെ അലമാര വൃത്തിയാക്കൽ കഴിഞ്ഞു. വല്ലാതെ ഒന്നും ഇല്ലായിരുന്നു, കാരണം ഞാൻ അധികം ഡ്രസ്സ് അനീസ്കൻ്റെ വീട്ടിൽ തന്നെയാണ് വെക്കൽ. അപ്പം ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. ഉമ്മ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇന്ന് പരിപ്പും മുരിങ്ങൻ്റെ ഇല കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതും പയറുപ്പേരിയാണ് ആക്കുന്നത്. ഉമ്മ ചിക്കൻ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് പൊരിക്കാൻ പോവാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഉമ്മൻ്റെത്. ഞാൻ ഇനിയുള്ള വീഡിയോയിൽ റെസിപ്പി കാണിക്കാം. പിന്നെ അതാ മീൻകറിയുണ്ട്, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പേരിക്കുള്ള പയർ മുറിച്ച് കൊടുക്കുകയാണ്.
അങ്ങനെ ഉച്ചക്കത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരവിയെടുക്കുകയാണ്. നമുക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് വെന്ത വെളിച്ചെണ്ണ ആക്കാനാണ്. 3 തേങ്ങ ചിരവുന്നുണ്ട്. അങ്ങനെ അതിപ്പോൾ തേങ്ങാപ്പാലാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി അതിൽ നിന്ന് എണ്ണ വേറിട്ട് വരണം. അത്യാവശ്യം സമയം പിടിക്കുന്ന ഒരു പണിയാണിത്. പിന്നെ നമുക്ക് നല്ല നാച്ചുറലായിട്ടുള്ള ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്ത വെളിച്ചെണ്ണ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് മുഖത്തൊക്കെ തേക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അല്ല തലയിലേക്കാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളറ് ആയി വന്നിട്ട് നിർത്തിയാൽ മതി. അങ്ങനെ വെളിച്ചെണ്ണ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ കുപ്പിയിലാക്കൽ ഒക്കെ ഉമ്മ ചെയ്തോളും. അപ്പം ഞാൻ വീടെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം തന്നെ സമയം നല്ലോണം ലേറ്റായിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞാനും അനീസ്കയും മാത്രം ബാക്കിയുള്ളൂ. അപ്പം നമ്മൾ രണ്ടുപേരും കഴിക്കുകയാണ്. അങ്ങനെ പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സലു കിച്ചണിലെ സമീറത്തെ വിളിച്ചത്. ഇന്ന് യൂട്യൂബിൻ്റെ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്, വെബിനാർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് എവിടെയും മീറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത സമയമായതുകൊണ്ട് അവർ വീഡിയോ കോൺഫറൻസ് വഴി നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരികയാണ്. ഈ വീഡിയോ കോൺഫറൻസ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. ഏതാണ്ട് 3 മണിക്ക് തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് തീരെ ഓർമ്മയില്ലേനു. സമീറത്തെ വിളിച്ചപ്പോഴാണ് ഓർമ്മ ആയത്. അപ്പോൾ വേഗം തന്നെ ലാപ്ടോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഈ വീഡിയോ കോൺഫറൻസ്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ക്യാമറ സെറ്റിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം സമീറത്തിനേറ്റവും വീഡിയോ കോൾ ചെയ്തു. സൽമാനും സുൽത്താനും റിസ്വാനും നിസാരിക്കയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഏതാണ്ട് 5-5:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുകയാണ്. ചായക്ക് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ബേക്കറി ഐറ്റംസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ലൈവ് ഉണ്ടാവും എല്ലാ ദിവസവും 6 മണിക്ക്. എന്നും നമ്മൾ അത് കണ്ടിട്ടാണ് ചായ കുടിക്കൽ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മളെല്ലാവരും കൂടെ എക്സസൈസ് ചെയ്യും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ നല്ലോണം തടി കൂടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ആയിട്ട് എക്സസൈസ് ചെയ്യും. എക്സസൈസൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകിയിട്ട് ഇനി ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് പോവാണ്. വീറ്റ് പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പൊറാട്ടയാണ്, വീശാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.
ഞാൻ പൊറോട്ട ആക്കുന്ന സമയം കൊണ്ട് ഉമ്മ ചിക്കൻ ചില്ലി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ബീഫ് പൊറോട്ടയും ചിക്കൻ ചില്ലിയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.